ജോഷിയുടെ ധാനങ്ങളൊന്നും ഉണ്ടേതായി നാമരിക ഹേതുകൾ കൈപ്പറ്റിക്കൊണ്ടില്ല കളത്തിലോടാ ദീപം ദീപം വെക്കും ദീപത്തെ വെക്കാം ദീപം വിത്തില്ല അന്നത്തെയും വിത്തും പുഷ്പം നിവർത്തിച്ച വേണ്ടില്ല എന്റെ നാമത്തെയും രൂപത്തെയും എനിക്ക് തന്നിരിക്കുന്ന കർമാധികാര്യങ്ങള് യാതൊരു കോട്ടം കൂടാതെ കണ്ട് ഞാന് കർമ്മസ്ഥാനം കയ്യെത്തി എനിക്ക് വെച്ചിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വിഷ്ണുമായ താത്തന് സന്നിധനായി നിന്നിട്ടുണ്ട്. എന്നിരുന്നാലും സന്താനങ്ങളെ ഏത് നാലാമിടത്ത് പോയാലും കണ്ടത്തിനൊരു ആപത്ത് കൂടാതെ കണ്ട് അച്ഛൻ നോക്കിയ വാഹനം കയറി എന്റെ 6 നാഴികയ്ക്ക് 100 വേഷം അവതരിച്ച് ഉണ്ണി സന്താനങ്ങൾക്ക് ആപത്തില്ലാതെ കണ്ട് ഞാൻ നോക്കുന്ന പോലെ എന്നോട് നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യത്തിന് ഉണ്ണിയുടെ കർത്തപരമായിട്ട് നിൽക്കുന്ന സന്താനങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന സമയങ്ങളില് വന്നുകൊണ്ടും ആ ഇറങ്ങുന്ന കാര്യങ്ങൾ
തിരിച്ചു പോരുന്ന സമയത്ത് ഉണ്ണിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ എന്റെ മുറ്റാൻ കാഞ്ഞര കുറുപടി എടുത്ത് ഉണ്ണി നിശ്ചയിച്ച പ്രകാരം ഉണ്ണിക്ക് ഞാൻ തടയാൻ നിന്നിട്ടുണ്ട് കേട്ടോ. മൂന്നാനെ കൊണ്ട് നോക്കിച്ച പ്രകാരം സന്താനത്തിന് ശത്രുവാരമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് വിഷ്ണുമായ ചാത്തനും കൂടെ നിന്ന് വിളയാടിയിട്ടുണ്ട്. എന്നിരുന്നാലും തിരിച്ച് എന്നെ ഉണ്ണി വിളിച്ച നേരത്ത് ഞാൻ ഉണ്ണിയുടെ അരികിൽ വന്ന് എന്റെ കാഞ്ഞക്കുറുപടി ഉണ്ണിക്ക് തടയാൻ ആയത്തും ആരോഗ്യത്തിനും ഒരു ആപത്ത് കൂടാതെ എന്നെ വട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ കയ്യിൽ നിന്നും പിടിക്കാന്ന് ഞാൻ നോക്കിയപ്പോരാ വേണ്ടില്ല സന്താനം. ഞാൻ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ സന്താനത്തിന് എന്റെ നാമം പാടി രൂപം കുറിച്ച് കൂടപ്പുറമുള്ള രൂപം കുറിച്ച് നടക്കുന്ന എന്റെ സന്താനത്തിന്റെ കൂട്ടുകെട്ടുകളിൽ നിന്നും ആ നിണത്തിൽ പെടുന്ന ആ സന്താനങ്ങളുടെ കയ്യിൽ നിന്നും വശ്യമാക്കി നിൽക്കുന്ന കാര്യങ്ങളെ കൊണ്ട് സന്താനം കഴിക്കുന്ന അന്നം പോകുന്ന ആ സ്ഥാനത്തേക്ക് വളരെയധികം പൂർവാധികം ഉണ്ണിച്ചത് കെട്ടിട്ടുണ്ട് മധുവില്. മധുസേവ കൂടി നടന്ന് ഉണ്ണിയുടെ കലയെ ഇല്ലാതാക്കാനും മറ്റുള്ള സന്താനങ്ങളെ നിശ്ചയിച്ച പ്രകാരം ഉണ്ണി ആ സന്താനങ്ങൾ നിശ്ചയിക്കുന്ന പ്രകാരം തന്നെ എന്റെ നാമക്കാരൻ ആ വഴിയിലൂടെ സഞ്ചരിച്ച് നീങ്ങാണെന്ന്. എന്താ ഞാൻ വേണ്ട മധുവിനെ കുറിച്ച് ഉണ്ണിയുടെ കലയിലേക്ക് എന്റെ രൂപം കുറിക്കുവാനോ ഉടപ്പുറന്നുള്ള രൂപം കുറിക്കുവാനും മാതാവിനും പിതാവിനും സന്താനം നിലനിൽക്കണമെങ്കിൽ മധുവിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് കർമ്മത്തെ കൂട്ടുപിടിച്ച് നന്നാൽ വിഷുമായ ചാത്തൻ ചവിട്ടുന്ന ചവിട്ടിലെ സന്താനത്തിന് നിൽക്കാം. അപ്പോ എന്റെ നാമം തുടങ്ങുന്ന കാലങ്ങളിൽ 6 മാസ കാലങ്ങളിൽ ഉണ്ണി സന്താനം എന്റെ ആയുധം വെച്ച് കൈവെച്ച് മധു സേവിക്കാതെ എന്റെ രൂപത്തെയും നാമത്തെയും നീട്ടുന്ന ഇടാറ താളത്തിലും വിഷുമായ ചാത്തൻ കൂടി വന്നാ പോരെ. എന്താണ് സന്താനം വെക്കുവോ ഉണ്ണിയ എന്റെ അടുത്തൊരു ഉടമ്പടി ഞാൻ ബോധിപ്പിക്കുന്ന കാര്യം സന്താനത്തിന്റെ കർമ്മപരമായിട്ട് പോകുന്ന ആ കൂട്ടുകെട്ടിൽ നിന്നും സന്താനത്തിന്റെ കഴിവിനെ ഇല്ലാതാക്കാൻ അന്നമായിട്ടും മധുവായിട്ടും അത് വശത്തിലൂടെ ഉണ്ണിക്ക് അത് കൊടുത്തിട്ടുണ്ട്. മധു വിട്ടു നിൽക്കാൻ ഉണ്ണിക്ക് കഴിയുന്നില്ല. എന്റെ നാമം പാടുന്ന എന്റെ സന്താനം ആപത്തിലേക്ക് പോകുമ്പോ ഞാനത് വേണ്ട വിധത്തില് ഉണ്ണിനെ മാറ്റി നിർത്തി കൊണ്ടുവരണ്ടേ വേണ്ടേ? അപ്പോ എന്റെ അച്ഛൻ കൊടുത്തിരിക്കുന്ന ആ കർമ്മഫലവും സന്താനം കുറിക്കുന്ന രൂപത്തിലും പൂർവാധികം ആരാധിക്കുന്നുണ്ട്. ഇപ്പോഴും മറ്റുള്ള സന്താനങ്ങൾ ചെന്നാല് മറ്റുള്ള സന്താനങ്ങളെ 4ാമിടത്ത് ചെന്നാല് സന്താനത്തിന് ആരാധിച്ചു പോരുന്നുണ്ടെന്ന്. അപ്പോ അങ്ങനെയുള്ള ഉയർച്ചയെ ഇല്ലാതാക്കാൻ സന്താനത്തിന്റെ കൂടെ നിൽക്കുന്ന സന്താനങ്ങളുണ്ട്. അപ്പോ അതിന് ഞാൻ തടയായി നിന്നു എന്റെ ചേട്ടനെയും വെച്ചുകൊണ്ട് ഞാൻ നിന്ന് സന്താനത്തിന് നോക്കിക്കോളാം. മധുവിൽ നിന്ന് ഞാൻ മാറ്റാം. അപ്പൊ 6 മാസത്തിനുള്ളില് നാമം കുറിക്കുന്ന സമയങ്ങളിൽ സേവില്ലാതെ കണ്ടു സന്താനത്തിന് കൊണ്ടുവരുവാനായി കൂട്ടുകെട്ട് ഇന്നായി നിൽക്കുന്ന സന്താനത്തിന് നമുക്ക് കഴിയണം. എഴുന്നേൽക്കോ വചനുണ്ടാവാം. ഊമൂക്കം പൂജ കൈവഴങ്ങി ഞാൻ വല്യക്കൂലികളും കൈവഴങ്ങി കുന്നത്തൂളിയാണുങ്ങളിൽ എന്തഞ്ചട്ടിയുടെ കുടിമണ്ണത്ത് ചെന്ന് മധു സേവിച്ച് എന്റെ ഇരുനാവിൽ വാങ്ങോളൂ. വരാ നാമക്കാര്യ സംധാനങ്ങൾ അറിയിക്കേണ്ട എന്താണ് ഉണ്ണി സന്താനങ്ങൾ നിശ്ചയിച്ച പ്രകാരം 3ാമത്തെ ആണ്ടിപ്പോഴും എനിക്ക് കർമാധികാര്യങ്ങൾ
പൂർവാധികം വിഷുമായ ചാത്തന് ഇവിടെ തരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആണ്ടിക്കൊള്ളു ഞാൻ വന്നപ്പോൾ ഒരു കാര്യം ഉണ്ണിയിലെടുത്ത് ഉരുവിട്ടുണ്ടായിരുന്നു. എന്താണ് ഉണ്ണിക്ക് ബോധ്യമുണ്ടോ ഉണ്ണിയ? ഇന്ന് ഉണ്ണിക്ക് ഗൃഹസ്ഥാനവും വെള്ളിയും പൊന്നും ഉണ്ണിയുടെ കയ്യിലോളം ഉണ്ട്, എന്റെ കഴുത്തോളം ഉണ്ട്. ഞാന് സന്താനത്തിന്റെ 4-ാമിടത്ത് നിന്ന് സന്താനത്തിന് കയറി തെളിച്ച് ശിശുമായ ചാത്തൻ അച്ഛൻ നോക്കി വാഹനം കയറി ഉണ്ണി സന്താനം വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് എനിക്ക് മണ്ഡപം കുറിച്ച് കിട്ടുന്ന വെള്ളി കൊണ്ടും ഉണ്ണിയുടെ ഗൃഹസ്ഥാനത്ത് എന്റെ അരികസ്ഥാനത്ത് ആ വള്ളി ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയെ ഇന്റെ കാര്യങ്ങൾക്ക് ഉണ്ണി കോട്ടം വരുത്തുന്നുണ്ട്. കഴിഞ്ഞ അണ്ടിക്കോള് ഞാൻ നിശ്ചയിച്ചിരുന്നു എനിക്കൊരു പൊന്നു വേണമെന്ന്. ഇല്ലേ, എവിടെ ഉണ്ട് എനിക്കത്? ഇട്ട് വെക്കും ഞാൻ എന്റെ മുച്ചാൻ കുഞ്ഞു കുറുവടിമ ചാർച്ച് വെക്കാൻ. വേണ്ട വിധത്തിൽ ഉണ്ണിക്ക് ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഇല്ലേ, ഇന്ന് എന്റെ മണ്ഡപം കുറിക്കുമ്പോ വേണ്ടുന്ന വെള്ളികൾ ഞാൻ ഇത്ര നേരം ഉണ്ണിക്കൊരു ആപത്ത് കൂടാതെ കണ്ടു വന്നിരിക്കുന്ന മഹാജനങ്ങൾ പിണിയാൾക്ക് കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കും വെള്ളിക്ക് വെള്ളിയും പൊന്നിനും പൊന്നായി ഞാൻ കഴിഞ്ഞ ആണ്ടിപ്പോൾ മണ്ഡപം കുറിച്ച് മണ്ഡപത്തിൽ കയറി ഞാൻ മണ്ഡപം കൈവണങ്ങി ഞാൻ വചനുണ്ടായിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സ്വരൂപത്തിലേക്ക് ഒരു പൊന്നു വേണം. ഉണ്ണിക്ക് പൊന്നിടാന്നുണ്ടെങ്കില് എനിക്ക് പൊന്നു വേണ്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് എന്റേതായ കാര്യങ്ങൾക്ക് ഉണ്ണി അത് മുടക്കം വരുത്തി കഴിഞ്ഞാൽ പഴയ പടിയിലേക്കാക്കാൻ എനിക്കൊന്ന് അറിവുണ്ട്. എന്നിരുന്നാലും ഞാൻ ആ വഴിക്ക് തിരിയില്ല. കാരണം എന്നെ നിശ്ചയിച്ച് ഉണ്ണി സന്താനം കൊണ്ടിടുന്ന കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് ഉണ്ണിനെ ഞാൻ തന്നെ കരകയറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ണിനെ തട്ടിയിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ണിക്ക് വരാനുള്ള വെള്ളി ഞാനിവിടെ എത്തിച്ചിരിക്കും. ശത്രുമാന ദോഷങ്ങളുണ്ടെങ്കിൽ എന്റെ വാഹനത്തെ ഞാൻ പുറത്ത് നിർത്തി ഞാൻ ഉള്ളിലിരുന്നു കൊണ്ടു ഉണ്ണി പറയുന്ന കാര്യങ്ങൾ വരുന്ന സന്താനങ്ങൾക്ക് അനുഭവമായി കുറിച്ച് ചാത്തൻ ആ കരിനീലി ഇവിടെ പറഞ്ഞോളും എന്റെ ചേട്ടനും കൂടി ഞാനിവിടെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്ക് ഒരു ആപത്ത് കൂടാതെ കണ്ടും പൈലങ്ങൾക്കും പിണിയാൾക്കും ഞാൻ നോക്കിയെന്നാ പോലെ ഊരട്ടുണ്ടാക്കി ഞാൻ തരുന്നുണ്ട്. ഇല്ലേ, വെള്ളി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വെള്ളി ഉണ്ടാക്കി തരുന്നുണ്ട്. ഇല്ലേ, പൊന്നായിട്ട് തരുന്നുണ്ട്, വസ്ത്രം വരുന്നുണ്ട്. ഇല്ലേ, അന്നത്തെ. എന്നിരുന്നാലും എനിക്ക് വെക്കുന്ന ഉടമ്പടി ഒട്ടും തന്നെ കുറയാതെ കണ്ട് എനിക്കുണ്ടാവണം. ഇത് ഞാൻ ചോദിച്ചുണ്ണിരായിരുന്നു വാങ്ങണ്ട ഒന്നുമില്ലേ? പുണ്യ ഇതൊരു പൊന്നാണെങ്കിൽ 6 നാഴിക്ക് 100 വേഷം വിഷുമായ ചാത്തൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ 4-ാമിടത്ത് പൂവിത്തെളിഞ്ഞ പുള്ളിപ്പൂങ്കോഴി ചാത്തനെ കൊണ്ട് വിഷുമായ ചാത്തന് കർമ്മമുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട്. ഉണ്ണിയ എന്നും നിത്യമായിട്ട് ഉണ്ണി ദീപം തെളിക്കുമ്പോ ഈ പൊന്നിന്റെ ജലത്തില് നിവർത്തിച്ചുകൊണ്ട് എനിക്ക് എന്നും എന്റെ കണ്ടത്തിലുണ്ടാവണം. ഈ പൊന്നെടുക്കാൻ ഉണ്ണില്ലാതെ മറ്റുള്ള സന്താനങ്ങളോട് വന്നാൽ എന്റെ ഗൃഹസ്ഥാനം വിട്ട് ഉണ്ണി ഇറങ്ങുന്നതോടൊപ്പം തന്നെ ശരീര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്ന് ഞാൻ ഉണ്ണിനോട് വീട്ടിൽ നിന്നിരിക്കാം. ഈ പൊന്നെടുക്കാൻ ഏത് ഉണ്ണികളും പിണിയാളുകളും വന്നാല് ഉണ്ണിനൊഴിച്ച് ഈ പൊന്നിവിടുന്ന് കൊണ്ടുപോകാൻ ഏത് സന്താനങ്ങൾ വന്നാലും അത് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ സന്നിധിയിലായാലും അസ്തമിച്ച് നിൽക്കുന്ന ചന്ദ്രന്റെ സന്നിധിയിലായാലും ഈ പൊന്നിന്റെ ആ രൂപത്തും ഉണ്ടാവും. ഉണ്ടോ? ജലമാറ്റം ഈ 2 കാര്യാദികൾക്ക് 2 വലിയ പുലിയായിട്ട് തോന്നി വേണം. ഇതിന് അനുഭവം അടുത്താണ്ട് മണ്ഡപ കാര്യാദികൾ കൈപ്പറ്റ് മുമ്പാട് 2 ഉണ്ണിക്ക് അനുഭവം കുറിച്ച്
സന്താനം പറയുന്ന പോലെ തന്നെ പ്രവർത്തിച്ച് നിൽക്കുന്നുണ്ട്. ഉണ്ണി സന്താനത്തിന് സന്താനങ്ങൾക്ക് ഉണ്ടാവുന്ന ഉയർച്ചയിൽ നിന്നും ഒട്ടും തന്നെ കുറയാതെ കണ്ട് ഞാൻ നിലനിർത്തി പോരുന്നുണ്ട്. ഗൃഹസ്ഥാനത്ത് വീഴ്ചയില്ലാതെ കണ്ടും ആ വെച്ചിരിക്കുന്ന അനുഭവം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആ മാറ്റി മുതൽ ഇന്നും ഞാനും മുടപ്പിറന്നവളും എന്റെ ചാട്ടനും കൂടെ പൂർവാധികം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും എനിക്ക് വയ്ക്കുന്ന ഉടമ്പടി ഒട്ടും തന്നെ കുറയാതെ ഉണ്ടാവും. പൂർവാധികം മണ്ഡപ കാര്യങ്ങൾ ഞാൻ സന്തോഷത്തോടെ ഞാൻ കയ്യേറ്റിട്ടുണ്ട്. എന്നിരുന്നാലും ഉണ്ണി സന്താനം കൊടുത്തിരിക്കുന്ന വെള്ളിയിൽ ഇനിയും കിട്ടാനുണ്ട് ഉണ്ണി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആണ്ടിക്കോട് നടക്കുന്നതോടൊപ്പം തന്നെ ഉണ്ണി സന്താനത്തിന് വേണ്ട വിധത്തില് ആ കർമാധികാരികൾക്കുള്ള വെള്ളി ഞാൻ എത്തിച്ചെന്നിരിക്കുന്നു ഇല്ലേ? ആ ഇനി പ്രത്യേകിച്ചും എന്തെങ്കിലും ഉണ്ണിക്ക് ബോധിപ്പിക്കുന്നുണ്ടാ? അപ്പോ ആയത്വം ആരോഗ്യത്തിനും ആപത്തനർത്ഥങ്ങളില്ലാതെ കണ്ടു പോകുന്ന വാഹനത്തിലും നടക്കുന്ന ആ ബുദ്ധിയിലും ഒരു ആപത്തും കൂടാതെ കണ്ടു കാത്തിൽ നിന്നും ഒരവില്ലാതെ കണ്ടു സൂക്ഷ്മമായി കത്ത് നോക്കുന്ന പോലെ താവാറില്ല ഉണ്ണി, താവാറില്ല താവാരം താവാറില്ല ഉണ്ണി താവാരം ഉണ്ണി എനിക്ക് വെച്ച മതമെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് ആ താവാരം സേവിച്ചിട്ട് വേണം ഉണ്ണി സന്താനങ്ങൾ വിളിച്ചു വരുത്തിരിക്കുന്ന സന്താനങ്ങളെടുത്ത് ഞാൻ കാര്യങ്ങളിലൂടെയാണ് ലഹരി പകിരി പമ്പരി പരമാനന്ദം കൊള്ളുന്ന വിഷുമായ ചാത്തന് എന്നും എന്റെ വാഹനം കയറിയിരിക്കുമ്പോ ലഹരി പകിരി പമ്പരി പരമാനന്ദത്തോടെ തന്നെ ഞാൻ ഇരുന്നിട്ടുള്ളൂ. എന്താ താവാരം എടുക്കണം. ഇതൊരു മാറ്റം വരുത്തണ്ടേ? അത് ഉണ്ണിനെ ചോദിക്കണ്ട. ഞാൻ മറ്റുള്ള സന്താനങ്ങളെ കൊണ്ടുവന്ന് ഇതിനൊരു മാറ്റം വരുത്തിയിരിക്കാം. ഉണ്ണിയുടെ അടുത്ത് കാര്യത്തിന് വരുന്ന സന്താനങ്ങൾക്ക് കാര്യം നിവർത്തിച്ചു കൊടുക്കാൻ വിഷുവായ ചാത്താൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണി സന്താനത്തിന്റെ ഈ എന്റെ ഇരിപ്പിടം അതിനൊരു പ്രൗഢി ഞാൻ വരുത്തുന്നിരിക്കാം. അതായത് ഉണ്ണി സന്താനത്തിന്റെ ഈ നാലാമെടുത്ത് എന്റെ അച്ഛനായി നിൽക്കുന്ന ആ കാട്ടാള വേഷം രൂപം അവതരിച്ച് എന്റെ അച്ഛൻ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോട് എത്തി നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണി സന്താനത്തിന് ആ കാര്യത്തിന് കിട്ടിയ നാള് മുതല് ഉണ്ണിയുടെ ശരീര സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊരു ബലമുണ്ടാക്കി വന്നിട്ടുണ്ട് ഉണ്ണി ഇല്ലേ? എന്നിരുന്നാലും ഉണ്ണി സന്താനം ആ വാഹനത്തില് എന്റെ അച്ഛന്റെ ആ രൂപം കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ണിയുടെ പടി കടക്കുമ്പോ എന്താണ് ഉണ്ണിയെ കാണിച്ചു തന്നൊരു കാര്യം ഉണ്ണിയുടെ മനസ്സില് ഉണ്ണി അത് എങ്ങനെ നിശ്ചയിച്ചു വെക്കാന്നാ? അതെ, ഞാനിരുന്നിട്ടുള്ള ഉണ്ണി ഇവിടെ ഉടപ്പിറന്നവളായാലും കുട്ടിയായാലും ഇനി വരുന്ന ഏത് കരുവായാലും എന്നെ കഴിഞ്ഞിട്ടുള്ളോ എന്റെ അച്ഛനായാലും ബോധ്യ ഞാൻ ഈ ഗൃഹസ്ഥാനം ഉണ്ണിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഉണ്ണിയുടെ കാര്യങ്ങൾക്ക് ഞാൻ അധിപനായി നിന്നിട്ടുണ്ടെങ്കിലും ഉണ്ണി ഏത് കരുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ കരുന്റെ ഇവിടെ വെച്ച് ആരാധിക്കുന്നതിന് മുമ്പ് അനർത്ഥപരമായിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള തെളിവ് ഞാൻ കാണിച്ചെന്ന്. ഉണ്ണി ഉണ്ണിയുടെ ഗൃഹസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നപ്പോ ഞാനും എന്റെ ഉടപ്പിറന്നവളും ഓടിക്കാം എന്റെ ചേട്ടനായി നിൽക്കുന്ന കുട്ടിയും ഇവിടെ മൂവരും കൂടിയിരുന്ന് ഈ ഗൃഹസ്ഥാനം ഉണ്ണിയുടെ കാര്യങ്ങൾക്കും വേണ്ട വിധത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങള് ഇടം തിരിഞ്ഞ് ഉണ്ണിയെ നോക്കുന്ന സമയങ്ങളിലും എന്റെ ദൃഷ്ടി ഉണ്ണിയുടെ ശരീരത്തില് പ്രവർത്തിച്ചുകൊണ്ടും ഉണ്ണി ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് യാതൊരു ആപത്ത് കൂടാതെ കണ്ടും മനസ്സ് നിറഞ്ഞ ഗൃഹസ്ഥാനത്ത് കയറി വന്നിട്ടുള്ളൂ. എന്നിരുന്നാലും എടുക്കുന്ന ആ കരുവെ ഉണ്ണിക്ക് കളയാൻ തോന്നില്ല ഇല്ലേ? അതേ പ്രകാരം ഗൃഹസ്ഥാനത്തിൽ കൊണ്ടുവരുമ്പോ ഒരു നിണത്തെ കണ്ടു ഇല്ലേ? ഞാനും എന്റെ ഉടപ്പിറന്നവളും എന്റെ ചേട്ടനോട് ഇരിക്കുന്ന കാലം വരെ ഉണ്ണി ഏത് കരുണ കൊണ്ടെന്നാലും എന്റെ ദീപം തെളിച്ചതിന് ശേഷം ആ കരുവിന് ബലം ഉണ്ടാവുള്ളൂ. അതെന്റെ അച്ഛനായാലും ശരി ഉടപ്പിറന്നവളായാലും ശരി ബോധ്യ പിന്നെയാണ്.
അതിനൊരു തക്കതായ ഒരു അനുഭവം ഞാൻ കാണിച്ചതാണ്. എന്നിരുന്നാലും അതില് ശക്തിയായി പ്രാപിച്ചൊരു കരുവല്ല അത് പൂർവാധികമായിട്ട് മറ്റുള്ള കർമ്മത്തിന് കൊണ്ടുപോകുന്ന കാര്യത്തിന് വിഘ്നം വന്നതുകൊണ്ട് അത് ഉപേക്ഷിച്ച് പോയതും അത് പോയതും കൊണ്ടുവന്നതും കർമാധികാരികൾ തരുന്ന സന്താനങ്ങളല്ല. അതായത് ഗൃഹസ്ഥാന സംബന്ധമായിട്ട് നിൽക്കുന്ന സന്താനങ്ങൾ കർമ്മപരമായിട്ട് തരുന്ന സന്താനങ്ങളില്ലേ, ആ സന്താനങ്ങൾ ഉപേക്ഷിച്ചു പോയ കാര്യമല്ല. എന്നിരുന്നാലും മറ്റുള്ള ഒരു മൂന്നാന്റെ നിശ്ചയിച്ച പ്രകാരം ആ കരുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ശരീര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചു പോകാനുള്ള കാരണം. അതുകൊണ്ടാണ് ഉണ്ണിക്ക് അത് ശക്തിയായി നിന്നതും ആ ഗൃഹസ്ഥാനത്ത് കയറിപ്പോ അതിനൊരു അനർത്ഥം കണ്ടത്. ഒന്നിന് ഗുണം ചെയ്താലും ഒന്നിനത് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഉണ്ണി സന്താനം ഇപ്പൊ നാഗസംബന്ധമായിട്ടുള്ള കാര്യത്തിലാണല്ലോ കുടിയിരിപ്പിക്കുന്നത്. അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഗൃഹസ്ഥാന സംബന്ധമായിട്ടുള്ള പൂർവാധികം കാത്തുരക്ഷിക്കാനായി കാണപ്പെട്ട ദൈവം കരുക്കളായി നിൽക്കുന്നത് കൊണ്ടാണ് അതുപോലത്തെ ഒരു ശിലരൂപം കിട്ടാൻ കാരണം. അപ്പോ അതിന്റെ അർത്ഥമറ്റുള്ള കാര്യം വെച്ച് നോക്കുമ്പോ എന്റെ സന്താനത്തിന് പൂർവാധികമായി നോക്കിക്കൊണ്ടുപോകാനുള്ള കിട്ടുണ്ടോ എന്നത് ഞാനുണ്ടല്ലോ. ഞാൻ 6 നാഴിക്ക് 100 വേഷം അവതരത്ത് വിഷുമായ ചാത്തം നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ണി സന്താനത്തിന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുമ്പോ ആ വിട്ടുമാറുന്ന സമയങ്ങളില് പരിപാലിക്കാനുള്ള കഴിവുണ്ടോന്ന് ചോദിച്ചു. അനർത്ഥമുണ്ടല്ലോ. അതെ അതാ ഞാൻ പറഞ്ഞത്. ഇത് ഗൃഹസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ